ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വരുന്ന ഹാപ്പിനെസ് എന്താണ്, നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി. എയ്റ്റ് ഓഫ് വാൻഡ്സ്, ട്രാവൽ ഉണ്ട് എന്നാണ് കാണുന്നത്. ആദ്യം തന്നെ പേജ് ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് സോഡ്സ്, ഹൈറഫന്റ്, എയ്റ്റ് ഓഫ് സോഡ്സ്, ഡെത്ത് കാർഡ്, നൈൻ ഓഫ് പെന്റക്കിൾസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഇതില് എയ്റ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത്. അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചില ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ചിലപ്പോ ഒരു ജോലിക്കുള്ള ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് വിദേശത്ത് എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. ഇതൊരു എയർ ട്രാവൽ ആയിട്ട് ഒക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ന്യൂസ്, വളരെ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ന്യൂസ്, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് വെയിറ്റ് ചെയ്ത ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സന്തോഷിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾ ശരിക്കും നല്ല ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ലേസി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെൻഡിങ് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നായിരിക്കാം. കുറച്ചു കാലം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ മാറ്റി വെച്ച കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് അത് ചെയ്ത് തീർക്കുന്നുണ്ട്. കാരണം നല്ല ഉത്സാഹം ഉണ്ട് ഇന്ന ദിവസം, വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾ. ശരിക്കും ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കണം, ഇന്ന് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾ ചെയ്ത കാര്യത്തിന് നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടുന്നു. വളരെ ഹാപ്പി ആയിട്ടിരുന്ന് വളരെ സഫീഷ്യന്റ് ആയിട്ട് ഉള്ള പൈസയും വെച്ച് വളരെ ഹാപ്പി ആയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് കൊള്ളാലോ എന്നൊരു തോന്നല്, നിങ്ങളെ കുറിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഫലം കിട്ടിയല്ലോ എന്നൊരു തോന്നല് നിങ്ങൾക്ക് ഇന്നേ ദിവസം വരും. അപ്പൊ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ എന്തിനു കൊള്ളാം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവരൊക്കെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, അപ്പൊ പാസ്റ്റിൽ എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ കിങ് ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്, അതില് ജസ്റ്റിസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്ത നന്മകൾക്കുള്ള ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ calm ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ മറ്റുള്ളവർ എന്ത് പറയട്ടെ, നിങ്ങൾക്ക് ചിലപ്പം ഒരു നന്മയും മറ്റുള്ളവർ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും മറ്റുള്ളവർ നിങ്ങൾക്ക് അതൊന്നും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഒരു appreciation ഒന്നും കിട്ടാതിരുന്നു എങ്കിൽ നിങ്ങൾ അത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ എൻ്റെ കർമ്മ ചെയ്യുന്നു, മറ്റുള്ളവര് ഇപ്പൊ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ എൻ്റെ കർമ്മ ചെയ്യുന്നു. അത് നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കടമയായിട്ട് മാത്രം പല കാര്യങ്ങളും ഈ ഇടയ്ക്ക് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പാസ്റ്റിൽ നിങ്ങൾ ഇല്ല, ഞാൻ ചെയ്യുന്ന കാര്യത്തിനൊക്കെ എനിക്ക് ഫലം വേണം, എന്നാലും മറ്റുള്ളവർ എന്നെ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ കാണാത്തത് എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഇടയ്ക്ക് നിങ്ങളുടെ ആ ഒരു attitude മാറ്റിയിട്ടുണ്ടായിരിക്കാം. വളരെ calm ആയി നിങ്ങൾ കുറച്ച് matured ആയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവർ എന്ത് വിചാരിച്ചില്ലെങ്കിലും എൻ്റെ കർമ്മ ഞാൻ ചെയ്യുന്നു, അതിലൊരു സംതൃപ്തി എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് let go ചെയ്യുക. നമ്മൾ അതിന്റെ ഫലം തരുമോ, എനിക്ക് എന്തുകൊണ്ട് തന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് വിട്ട് കളഞ്ഞു എന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു attitude നിങ്ങൾ വിട്ട് കളഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫലം. അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ളൊരു ജസ്റ്റിസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു. ചില ആൾക്കാര് കോടതി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം, കാരണം ഇതൊരു കോർട്ടാണ്, അപ്പൊ അതില് ഇന്ന് ഇൻവോൾവ്ഡ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് നീതി കിട്ടും എന്നും കൂടെയാണ് കാണുന്നത് കേട്ടോ. ഹയറഫന്റ് ആണ്. ചിലർക്ക് ഒരു മാരേജ് പ്രപ്പോസൽ വരുമോ, അല്ലെങ്കിൽ അതൊരു
ഒരു വിവാഹത്തിലേക്ക് പോവോ അങ്ങനെയൊക്കെ ചെയ്യാം. ചിലപ്പോൾ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ വിവാഹം തന്നെയോ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. 8 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. പലരും ഇങ്ങനെ പേടിയുണ്ട്, എന്നെ എന്തെങ്കിലും എനിക്ക് എന്തോ നെഗറ്റീവ് ഉണ്ട്, എനിക്ക് എന്നെ മറ്റുള്ളവർക്ക് എന്നെ നശിപ്പിക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവ് എന്നിലേക്ക് വരുത്തുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനേക്കാളും വലിയ ഒരു ശക്തി നിങ്ങളിലുണ്ട്. ചിലപ്പോ പലർക്കും അത് നിങ്ങളുടെ ancestors ആയിരിക്കാം കേട്ടോ. അപ്പൊ ആഹ് ആഹ് നമ്മളുടെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മരിച്ചുപോയ നമ്മളുടെ പിതൃക്കൾ എന്ന് പറയും. ഇപ്പൊ നമ്മളുടെ പിതൃക്കള് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളെ ചിലപ്പോ നിങ്ങളുടെ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നിരിക്കാം. അങ്ങനെയുള്ളവരെ ഇടയ്ക്ക് സ്വപ്നമൊക്കെ കാണുമായിരിക്കും. അപ്പൊ അത് അതിന്റെ ഒരു അർത്ഥം പോലും അവര് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു, നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അത് വിശ്വസിക്കുക. നമ്മളത് വിശ്വസിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അവരെ ഇടയ്ക്ക് ഓർക്കുക. പിന്നെ പലരും വിശ്വാസമുള്ളവര് ഓം പിതൃഭ്യോ നമഃ എന്ന് ഇടയ്ക്ക് രാവിലെ എങ്കിലും ഒന്ന് ഒരു 7 പ്രാവശ്യം ചൊല്ലുന്നത് നല്ലതായിരിക്കും. പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും അതുകൊണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ നമ്മുടെ പിതൃക്കളെ ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ട് നിൽക്കുന്നത് കൂടുതലും നമ്മളുടെ പിതൃക്കളാണ്. നമ്മളുടെ ഫാമിലിയിൽ നിന്ന് മരിച്ചു പോയ ആൾക്കാരാണ് കൂടുതലും നമ്മളുടെ മാത്രം സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ട് ഉള്ളത്. അത് പൊതുവായതല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാണത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇന്നേ ദിവസം ഉണ്ടാവും. നിങ്ങൾ പേടിച്ചിരുന്നവരെ ആ ഒരു ഇത് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വരുന്നുണ്ട്, ഇത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതാണ് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം, ഒരു ശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇന്നേ ദിവസം ഉണ്ടാകും എന്നും കാണുന്നുണ്ട്. ഡെത്ത് കാർഡ് ആണ്, ഒരു റീബർത്ത് ആണ്. ഇപ്പൊ ചില ആൾക്കാർ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോകും. അപ്പൊ അവര് വിചാരിക്കുന്നതാണ് ഈ ഒരു കാര്യം സംഭവിച്ചത് എൻ്റെ പിതൃക്കൾ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആ ദൈവം എന്നെ രക്ഷപ്പെടുത്തിയതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ചിലപ്പോൾ നന്ദി പറയുന്ന ഒരു അവസരം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്ഭുതകരമായ പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടു പോകും എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ ഒരു ഡെത്ത് കാർഡ് ആണ്, അത് എൻഡ് ആയി, അതിൽ ഇവിടെ പ്രൊട്ടക്ഷനും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു ഒരു ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊക്കെയും ഉള്ളൊരു ആ പ്രതിഫലം നിങ്ങൾക്ക് വാങ്ങി വെക്കുന്ന ഒരവസ്ഥ. ചിലർക്ക് ആദ്യമായിട്ട് സാലറി കിട്ടുന്നതായിരിക്കാം. അപ്പൊ അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചിലർക്ക് ഇത് നേരത്തെ കിട്ടേണ്ട എന്തെങ്കിലും പൈസ, ഒരു വലിയ തുക നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് എന്നാണ് കാണുന്നത്. അപ്പൊ അതില് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസവും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഹാപ്പി ആകുന്ന ഒരു അവസരമാണ് ഇന്നും ഉള്ളത്. അപ്പോൾ ചിലർ എന്തെങ്കിലും ഒരു നിക്ഷേപമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അങ്ങനെയും കാണുന്നുണ്ട്. ബുള്ളാണ്, ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഒപ്പോസിഷൻ. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കാനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞാൽ നിങ്ങളത് നിങ്ങളുടെ ഒന്ന് സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കുക. മീൻസ് നിങ്ങൾ അവരോട് അടിയുണ്ടാക്കണം എന്നല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് കാണിക്കേണ്ട ഒരു അവസരം എന്നുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പുറകോട്ട് പോകരുത് എന്നുള്ളതാണ്. ഇതൊരു മറ്റുള്ളവര് വഴക്ക് കൂടുമ്പം അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് പറയാനല്ല പറയുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. ചിലത് മിണ്ടാതിരുന്നാലും അത് സ്ട്രെങ്ത് ആണ്. നമ്മളോട് ഒരാൾ വഴക്കിടാൻ വരുമ്പം നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ആ ഒരു ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നിങ്ങളോട് ഇന്നേ ദിവസം വഴക്കിടാൻ വരുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്ഷമയാണ്.
അപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇറിറ്റേറ്റഡ് ആകൂല എന്നൊരു തീരുമാനം എടുത്ത് നിങ്ങൾ ഇരുന്നാൽ നിങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. കെയിൻ ആണ് പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത്. അപ്പൊ നിങ്ങൾ പലരും ഈ ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. ഫയർ ക്രാക്കേഴ്സ് വന്നിട്ടുണ്ട്, എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു നിങ്ങൾക്ക് അതിശയം തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കാം. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. ബേർഡ് ഫ്ലൈയിങ് ആണ്. ന്യൂസ് ഈസ് ഓൺ ദ വേ. അതാണ് നമുക്ക് വാൺസ് വന്നിട്ടുള്ള എന്തോ ഒരു ന്യൂസ്, നിങ്ങളെ വളരെ എക്സൈറ്റഡ് ആക്കുന്ന, വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ന്യൂസ് നിങ്ങൾക്ക് വരും. ജോലി കിട്ടുന്നതാകാം, യാത്ര ചെയ്യുന്ന ഉള്ള ഒരു വിസ കിട്ടുന്നതാകാം, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒരിടത്തേക്ക് പോകേണ്ടതാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആളിന്റെ നമുക്ക് കോണ്ടാക്ട് ഇല്ലാത്ത ഒരാള്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആള് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു മെസ്സേജോ കോളോ ഒക്കെ വരുന്നതാകാം. ലവ് ആണ്, പ്രണയമാണ്. അപ്പൊ നിങ്ങളെ ഒരു പ്രണയിക്കുന്ന ഒരാളിന്റെ ലവോ മെസ്സേജോ കോളോ ഒക്കെ വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവര് നിങ്ങളിലേക്ക് യാത്ര ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു യാത്ര അനുമതി കിട്ടുന്നുണ്ടായിരിക്കാം. ചിലര് ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ ഒക്കെ അടുത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ഒരുപാട് കാലം കാത്തിരുന്നെങ്കിൽ ആ കാത്തിരിപ്പിന് ഒരു അവസാനമായിട്ടൊരു വിസ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ അതും നിങ്ങളെ വളരെ എക്സൈറ്റഡ് ആക്കുന്നു എന്ന് കാണുന്നുണ്ട്. സ്റ്റഫാണ്. ചിലപ്പം കുറച്ച് ഡിഫിക്കൽട്ടി ടൈം വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ചിലർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അത് ടേക്ക് കെയർ ചെയ്യണം എന്നാണ്. പിഗാണ്. ബിയർ ഓഫ് ഗ്രീഡ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗ്രീഡ് പോലെ എനിക്ക് ഇന്ന് തന്നെ ഇതൊക്കെ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ പൈസ കിട്ടുമ്പോൾ കുറേയധികം കൂടെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ്. നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലര് ഈ പെൻഡിങ് വർക്ക് മുഴുവൻ ഇന്നലെ രാത്രി ഉറക്കമില്ലാതെ ഇന്നും ഒരു റെസ്റ്റും ഇല്ലാതെ ചെയ്യാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക, അത്യാവശ്യത്തിന് ഉറങ്ങുക. അല്ലാതെ മടി പിടിച്ച് കുറേ പെൻഡിങ് വർക്ക് ഉണ്ടായിട്ട് അതെല്ലാം കൂടെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്ന് ഇരിക്കരുത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് വേണം എന്നാണ്. ഡോഗ്സ് ആണ്. ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു കോഫി കുടിക്കാനൊക്കെ പോകുന്നുണ്ടായിരിക്കാം. ചെയിനാണ്. കുറേ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതാണ്. നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങൾ. ചിലപ്പോൾ അത് നല്ലതാകാം, ചിലർക്കത് ഒരു എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാകാം. ഡോഗ് ബാർക്കിംഗ് ആണ്. അഡ്വൈസ് ഫ്രം എ ഫ്രണ്ട്. നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പൊ അത് സ്വീകരിക്കുക. മ്യൂളാണ്. someone is extremely stubborn and unwilling to change. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ആരോ ഒട്ടും തന്നെ ചേഞ്ച് ആകാത്ത stubborn ആയിട്ടുള്ള ആരോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പൊ അവരെ വിട്ടേക്കുക. അവരങ്ങനെയാണ്. അപ്പൊ അങ്ങനെ accept ചെയ്യാൻ ശ്രമിക്കുക. അവരെ മാറ്റാൻ നോക്കാതിരിക്കുക. അപ്പൊ അവരെ മാറ്റാൻ നോക്കുമ്പോഴാണ് നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഒരു കാര്യം സംസാരിച്ച് തുടങ്ങുമ്പോഴാണല്ലോ പിന്നെ 100 കാര്യങ്ങൾ അതിൽ പറയേണ്ടി വരുന്നത്. അപ്പൊ ഇതില് നിങ്ങൾ ആ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ അമ്മായിയോ അങ്ങനെ ആരെങ്കിലും അവര് മാറില്ല എന്ന് തീരുമാനമെടുത്ത ആൾക്കാരാണ്. അവർക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അവര് ചെയ്യുന്ന അത് തെറ്റാണോ എന്ന് ഒരിക്കലും റീതിങ്ക് ചെയ്യാത്ത ആൾക്കാരാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക. അവരെ കുറ്റം പറയാനും ശ്രമിക്കാതിരിക്കുക. അവരെങ്ങനെയാണെന്ന് accept ചെയ്യുക. അവരെ വഴിക്ക് വിടുക. നമുക്ക് സമാധാനം കിട്ടും. ലാഡർ ആണ്. ക്ലൈംബിംഗ് ടുവേർഡ്സ് സക്സസ്. നിങ്ങൾ സക്സസിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോൾ ക്ഷമ ഉണ്ടാകുന്നു അപ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത് കേട്ടോ. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ accept ചെയ്യില്ല. എന്തിനാണ് അവർ അങ്ങനെ ചെയ്തത്, അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യാതെ എന്തിനാണ് അവർ നമ്മളോട് mistake ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. ഞാൻ മാറില്ല, കാരണം എന്നെ ആരും പറയേണ്ട ആവശ്യമില്ല, എന്നെ
ഭരിക്കണ്ട, അങ്ങനെയൊക്കെ ചിന്തയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള stubborn ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത്. നമുക്ക് എത്ര ക്ഷമയുണ്ട്? നമ്മൾ ഇപ്പോൾ സ്പിരിച്വാലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ടാണ്, അതിലോട്ട് ആ ഒരു സ്പിരിച്വൽ പാത്തിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു ടാരോ ഒക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും നമ്മൾ എത്ര നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞാലും ക്ഷമ കാണാൻ സാധ്യതയില്ല. മറ്റുള്ള ഒരാളും എൻ്റെ ബൗണ്ടറിക്കകത്ത് കയറരുത്, എന്നെ ഒന്നും പറയരുത്, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മളുടെ കൂടെയുള്ളവർ, നമ്മളെ മാറ്റി നിർത്താൻ പറ്റാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ ഒരു വൈരാഗ്യം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് കൊണ്ടായിരിക്കാം. അത് മനസ്സിലാക്കുക. ബെല്ലാണ് അനൗൺസ്മെന്റ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലര് ഒരു വിവാഹത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ് വാമിങ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, നിങ്ങൾ സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ പാട്ട് പാടുന്നവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഇന്നേ ദിവസം അനൗൺസ് ചെയ്യുമായിരിക്കാം. അങ്ങനെ ഉണ്ട് കേട്ടോ. ഹോൾസ്റ്റു ആണ്. ഗുഡ് ലക്ക്. ഇന്ന് ഭയങ്കര സന്തോഷവും നിങ്ങൾക്ക് ഭാഗ്യം വരുന്ന ഒരു ദിവസമാണ് കേട്ടോ. വളരെ ഭാഗ്യമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുന്നതെന്നാണ്. പൈനാപ്പിൾ ആണ്. റീകൺസിലിയേഷൻ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂസ് വരുന്നുണ്ട്, റീകൺസിലിയേഷനുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. വീലാണ്. Indecisiveness allowing to your life to ramble aimlessly. അപ്പൊ നിങ്ങൾ വിട്ടുകൊടുക്കാനാണ്. ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതങ്ങ് ആ ഒരു ചക്രം കറങ്ങുന്നത് പോലെ കറങ്ങട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കുക. അതിൽ കൂടുതൽ ടെൻസ്ഡ് ആകണ്ട, നിങ്ങളത് എഗെയിനിസ്റ്റും ആകണ്ട എന്നാണ് കാണുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നന്മയും സമാധാനവും ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.